അടുത്തത് റാ. റാ എന്നുള്ള അക്ഷരം അറബിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. അതായത് മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നു, ദെൻ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ച് വരയ്ക്കണം. റാ. ഒന്നുകൂടെ എഴുതാം. റാ. റാ എന്ന് അറബിയിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്. അടുത്തത് സ. സ എന്നാൽ ഇംഗ്ലീഷിൽ ഈ ഉച്ചാരണമാണ് വരേണ്ടത്. സ. മലയാളത്തിൽ നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയില്ല. മലയാളത്തിൽ അങ്ങനെ ഒരു സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലം ഇങ്ങനെ എഴുതാനേ കഴിയുള്ളൂ. സ. സ. അപ്പോൾ റാഇന്റെ മുകളിൽ കുത്ത് വരുന്നതാണ് സ. ഒന്നുകൂടെ എഴുതാം. റാ എന്നതിൻ്റെ മുകളിൽ കുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം എങ്ങനെയാകും? സ. 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 ഒന്നുകൂടെ എഴുതാം. സ. സ. അടുത്തത് സീൻ. അതായത് സ എന്ന ഉച്ചാരണം കൊണ്ടുവരാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന അക്ഷരമാണ് സീന്. അത് എഴുതേണ്ടത് ഇങ്ങനെ. അതായത് ആദ്യത്തെ രണ്ടെണ്ണം ചെറുതാക്കി എഴുതണം, മൂന്നാമത് എഴുതുന്നത് കുറച്ച് വലുതാക്കി എഴുതണം. ഒന്നുകൂടെ എഴുതാം. സീന്. ഒന്നുകൂടെ എഴുതാം. സീന്. അപ്പോൾ അറബിയിൽ സ എന്ന ഉച്ചാരണം കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ് സീന്. അപ്പോൾ സീൻ എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അറബിയിൽ സീൻ എന്നുള്ള അക്ഷരം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതിന്റെ ഉച്ചാരണം സ. സ. സ എന്നാണ് ഇതിന്റെ ഉച്ചാരണം വരുന്നത്.